അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയം നിങ്ങൾക്കെല്ലാവരും മുൻതായ പറയുന്നത് കുനൂത്ത് വിഷയത്തിലായിരിക്കും. കുനൂത്ത് ചൊന്നെങ്കിൽ എന്തോ, അത് ഏതെല്ലാം നിസ്കാരത്തിലുണ്ടോ, അത് എങ്ങനെ ഓതണോ, ഓതില്ലെങ്കിൽ നിസ്കാര ബാത്തുലാവുക, തപ്പിട്ട് മറന്നിട്ട് പോയ നിസ്കാര ബാത്തുലാവുക, ഇനി മറന്നെങ്കിൽ എന്തൊരു പരിഹാരം, കുനൂത്ത് ഓതുമ്പോൾ എങ്ങനെ കൈപിടിക്കണോ, ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എങ്ങനെ, ഈ വിഷയത്തിലുള്ള ഒരു ചെറിയൊരു ചർച്ച ആയിരിക്കും. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, കുനൂത്തുണ്ടുള്ളത് സുബഹി നിസ്കാരത്തെ രണ്ടാമത്തെ റക്അത്തും റമദാനിലെ രണ്ടാമത്തെ പാതില് വിത്ർ നിസ്കാരത്തെ ലാസ്റ്റ് റക്അത്തിലുമായിട്ടിട്ട് കുനൂത്തുള്ളത്. കുനൂത്തുണ്ടുള്ളത് അത് അബാവ് സുന്നത്തിൽപ്പെട്ടതായിരിക്കും. സുന്നത്തുകൾ രണ്ട് വിധമുണ്ട്. അബാവ് സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് ഉണ്ട്. അബാവ് സുന്നത്ത് ചെന്നെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ അബാവ് സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും മറന്നെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, സലാം വീട്ടതിന് മുന്നോളം രണ്ട് സുജൂദിടാം. ആ സുജൂദിന്റെ പേരായിട്ട് സഹൂറ സുജൂദുണ്ട്. അത് ഇട്ടൊക്കെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. പരിഹാരമായിട്ട് മറന്നതൊന്നുമില്ല അവിടെ, പിന്നെ അത് പരിഹാരമായിട്ട്. ഹൈആത്ത് സുന്നത്ത് ചെന്നങ്ങനല്ല, മറന്ന് ലഫ്സായി പോയി അതിനെങ്കിലും പരിഹാരം കണ്ടെത്താവില്ല. ഇതിന്റെ പേരായിട്ട് ഹൈആത്ത് സുന്നത്തിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് ചർച്ചാക്കര കുനൂത്ത് അത് അബാവ് സുന്നത്തിൽപ്പെട്ടതായിട്ട് മറന്നിട്ടാ സുബഹിയിലെ രണ്ടാമത്തെ റക്അത്തിൽ ഓതുമ്പോൾ ചിലപ്പോൾ മറന്നിട്ട് തപ്പിട്ട് സുജൂദ് പോയാലാണ്. അപ്പൊ സുജൂദ് പോയപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ കുനൂത്ത് ഓതിട്ടില്ലല്ലേ റിട്ടേൺ വന്നെങ്കിൽ നിസ്കാരമാവുള്ളൂ. അവിടെ പിന്നെ എന്താക്കുന്നു, അങ്ങനെ നോർമൽ സുജൂദെല്ലാം ഇട്ടിട്ടുള്ളായിട്ട് അത്തഹിയ്യാത്തെല്ലാം ഓതിട്ടുള്ളായ പിന്നെ സലാം ഇട്ടിരിക്കുന്നതും സഹൂര രണ്ട് സുജൂദ് ഇട്ടെങ്കിൽ സഹൂര സുജൂദ് ഇട്ടെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് പരിഹാരമാവുള്ളൂ. അങ്ങനത്തെ കഴിക്കുക. ഹൈആത്ത് സുന്നത്ത് അങ്ങനല്ല. ഉദാഹരണം, ഞാൻ ഇപ്പൊ കൈ കെട്ടിയപ്പാണ് വജ്ജഹ് തോന്നുന്നു, ഞാൻ ഓതിയിട്ടില്ല, ഓതാണ്ട് തപ്പിട്ട് നമ്മൾ ഫാത്തിഹയ്ക്ക് പോയത്. അപ്പൊ ഫാത്തിഹ പോയി എന്താക്കണം, അവിടെ സഹൂര സുജൂദ് ഇട്ടാവില്ല. കാരണം എന്തേ, അത് ഹൈആത്ത് സുന്നത്തായിട്ട് അല്ലെങ്കിൽ ഔദു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സുന്നത്ത് നാം മറന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഏതായാലും കുനൂത്തുള്ളത് ഒരു ഭയങ്കരമായ ഒരു വലിയ സവാബുള്ളടിക്കത്തെ, വലിയ പവറുള്ളടിക്കത്തെ ഒരു സുന്നത്തായിരിക്കും. സുബഹി നിസ്കാരത്തിലും റമദാന്റെ രണ്ടാമത്തെ പാതിരെ വിത്ർ നിസ്കാരത്തെ ലാസ്റ്റ് റക്അത്തിലും നമുക്ക് ഓതൽ സുന്നത്തുണ്ട്. കുനൂത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എങ്ങനെ, സിംഗിൾ ആയിട്ട് നിസ്കരിക്കുമ്പോൾ എങ്ങനെ ഡിഫറൻസ് എല്ലാം ഉണ്ട്. ഇത് ഉദാഹരണം, ഞാൻ സുബഹി നിസ്കാരം സിംഗിൾ ആയിട്ട് നിസ്കരിക്കണമെങ്കിൽ ഞാൻ എന്താക്കുന്നു, നോർമൽ കുനൂത്ത് ഓതുന്ന പോലെ കൈ ഇങ്ങനെ രണ്ടാമത്തെ റക്അത്ത് റുകൂഅയിട്ട് എണിക്കണം. ഏതാണ്ട് റബ്ബനാ ലക്കൽ ഹംദു ഫിൽ അസ്സമാവാതി വമിൽ അർദി വമിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ് ചൊല്ലിട്ട് കൈ ഇങ്ങനെ മേലെ ഉയർത്തി പിടിക്കണം. ഉയർത്തി പിടിച്ചിട്ട് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. സിംഗിൾ ആയിട്ട് നിസ്കരിക്കരുത്. പഠിച്ചോളെ നക്ക് ഹിദായത്ത് താ, നക്ക് നീ ഹിദായത്ത് തങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിട്ട് നക്ക് നീ ഹിദായത്ത് താ, വആഫിനി ഫീമൻ ആഫൈത്, നീ ആഫിയത്ത് കൊടുത്ത ആൾമാരുള്ള അങ്ങനെ കൂട്ടത്തിൽ പെടുത്തിട്ട് നക്ക് നീ ആഫിയത്ത് താ, വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ ചമ്മ ആൾമാരെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ കൂട്ടത്തിലെ നന്ദിയും നീ ഏറ്റെടുക്ക്. അങ്ങനെ ചൊല്ലിട്ട് ദുആ നക്ക് താ ദുആ. അത് സിംഗിൾ ആയിട്ട് നിസ്കരിക്കും. അങ്ങനെ ജമാഅത്തായിട്ട് നാം കുനൂത്ത് നിസ്കരിക്കും ഇമാം നിന്നെങ്കിൽ ഞാൻ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് നല്ല ദുആ ആക്കണം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്നിട്ട് ദുആ ആക്കണം. ഫസ്റ്റ് ഞാൻ ചൊല്ല കുനൂത്ത് ചമ്മ ആൾമാർ ഗൊന്തില്ല. ചമ്മ ആൾമാർ പാതി അർത്ഥം പറഞ്ഞാൽ ചൊല്ലിട്ട് പാതി ഗൊന്തില്ല. ഒട്രാസി എന്നുള്ള ദുആ ആക്കണം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്നുള്ള ദുആ ആക്കണം. അത് എന്താ ഒരു അർത്ഥമായി പോകും. ചിലപ്പോൾ അർത്ഥം ഇരിക്കാതെ ചിലപ്പോൾ എവിടെ എന്തെല്ലാം അർത്ഥമായി പോകും. അതുകൊണ്ട് അക്ഷരം കറക്റ്റ് ആക്കിയിട്ട് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് ചൊല്ലിട്ട് ദുആ ആക്കണം. ചമ്മ ആൾമാർ കുനൂത്ത് ഗൊന്തില്ല. ನನ್ನ ಈ ഒരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ചൊല്ലണം. ചമ്മ ആൾമാരെ ഗൊന്തില്ല, ചമ്മ ആൾമാരെ ഗൊന്തുണ്ട്, ഗൊന്തില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് ഇവർക്ക് ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ജമാഅത്തായി നിസ്കരിക്കുന്നത് നമുക്ക് വെച്ചിട്ടായിരിക്കും ഇഹ്ദിനാ ഉണ്ടാക്കിയത്. സിംഗിൾ ആക്കുമ്പോൾ ഇഹ്ദിനീ ചൊല്ലണം. ഇപ്പൊ അല്ലാഹുമ്മ ഹ്ദിനാ ജമാഅത്ത് പോലെ ഞാൻ ചൊല്ലണം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത് فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تبارك ربنا وتعاليت فلك الحمد
على ما قضيت نستغفرك ونتوب إليك وصلى الله تعالى على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم رب اغفر وارحم وأنت خير الراحمين. ഇങ്ങനെ ചൊല്ലിട്ടു ഞങ്ങൾ സുജൂദിന് പോകണം. അപ്പൊ ഞാൻ ചൊന്നു വന്നത് ചമ്മ ആൾമാർക്ക് ഗുന്തില്ലാത്തത് കൊണ്ട് ഒന്ന് നോക്കിയിട്ട് ചൊല്ലട്ട് ചെന്നിട്ടായിട്ട് ഞാൻ ഇത് ചൊന്നു. ചമ്മ ആൾമാർക്ക് അക്ഷരമേ ഗുന്തില്ല, അങ്ങനെ വേഗത്തിൽ ഒന്ന് കേട്ടിട്ട് പഠിച്ചിട്ട് അത് ഓതണം. ഏതായാലും വലിയൊരു ദുആ ആയിട്ടിട്ടത്, വലിയൊരു ദുആ, ചില്ലറ വിഷയമൊന്നുമല്ല. ഇനി കുനൂത്ര വിഷയം ചൊല്ല. കുനൂത്തിലു രണ്ട് വിഷയമായിട്ടിട്ടുള്ളൂ. എന്തത്? ഒന്ന് ദുആ, എന്നൊന്നു സനാഅ്. ഇങ്ങനെ ജണ്ടായിട്ട് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്, അങ്ങനെ ഇതായിട്ട് തബാറക റബ്ബനാ വതആല ഫലകൽ ഹംദു അലാ മാ ഖദൈത് നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. തോളുണ്ടല്ലേ ഇതില് എന്തിനാക്കണമെന്നാ രണ്ട് വിഷയവും. ഒന്ന് ദുആ, പിന്നെ ഒന്ന് സനാഅ് ചൊല്ലുന്നുണ്ട്. ദുആ ചൊല്ലുന്നത് അല്ലാഹുവിന്റെ കേൾക്കുന്നത്, അല്ലാഹു താ 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 ഇങ്ങനെ കേൾക്കുന്നത് ദുആ ചൊല്ലണം. പിന്നെ അല്ലാഹുവിനെ നിങ്ങൾ ചൊല്ലുന്നുണ്ട്, റബ്ബേ നീ ഇങ്ങനെ ആയിട്ടിക്കട, നീ അങ്ങനെ ആയിട്ടിക്കട, നീ ഇത് സനാഅ് അല്ലാഹുവിനെ പുകഴ്ത്തി പുകഴ്ത്തി മധുചൊല്ല്. അപ്പൊ ദുആനെ അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖദൈത്. ഇത്തരത്തോടുള്ളത് ദുആ ആയിരിക്കും. ഇതിൽ പിന്നെ ഫൈനക തഖദീ വലാ യുഖ്ദാ അലൈക എന്നതിൽ ലാസ്റ്റത്തോടുള്ളത് സനാഅ് ആയിരിക്കും. അപ്പൊ ദുആ ആകുമ്പോൾ ഇമാമു അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് ചൊല്ലുമ്പോൾ മാമൂമിന ബാക്കിലുള്ള ആമീൻ 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 ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഫൈനക തഖദീ വലാ യുഖ്ദാ അലൈക അതിനപ്പുറത്തെ പിന്നെ ആമീൻ ചൊല്ലുക. പിന്നെ എന്താക്കണം? മെല്ലെ ഉണ്ടാണ്ട് മെല്ലെ ശബ്ദത്തിൽ നനോ ഇമാം ഒട്ടിക്ക് ചൊല്ലും. സൗണ്ട് പറയത്തീരാ മെല്ലെ ചൊല്ലും. അങ്ങനെ ചൊല്ലിട്ട് കുനൂത്ര പിന്നുള്ള സ്വലാത്ത്, കുനൂത്ര പിന്നുള്ള സ്വലാത്തായിരിക്കും. അങ്ങനെ ചൊല്ലണത്. ചമ്മ പള്ളിയിൽ അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ആമീൻ വആഫിനാ ഫീമൻ ആമീൻ ആമീൻ ഇങ്ങനെ ചൊല്ലണം. ലാസ്റ്റ് ആമീൻ ചൊല്ലുകയില്ല. വേറെ ചമ്മ പള്ളിയിൽ ഫസ്റ്റ് ഇതുവാൽ ആമീൻ ആമീൻ ചൊല്ലാറ് ഫൈനക തഖദീ വലാ യുഖ്ദാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബൊബ്ബിട്ട് ഇങ്ങനെ ചൊല്ലാറ്. അങ്ങനെ അല്ല ചൊല്ലത്. അവിടെ സൗണ്ട് പറവത്തീറ ഇമാമിന്റെ സൗണ്ട് മാത്രം കേൾക്കണം. അങ്ങനെ മെല്ലെ ചൊല്ലണം. ഏതുപോലെ ഇപ്പൊ ഞങ്ങൾ സുജൂദിലുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി ബൊബ്ബിട്ടാണ്, അല്ലെങ്കിൽ റുകൂൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി ബൊബ്ബിട്ടാണ് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താക്കണം? മെല്ലെ ചൊല്ലും. എന്നതുപോലെ ഞങ്ങൾ അവിടെ ചൊല്ലണം. കുനൂത്തിൽ എങ്ങനെ കൈ പിടിക്കണം? ചമ്മാൽ കൊണ്ടൊരു ഡൗട്ട് ആയിട്ട് എങ്ങനെ ചൊല്ലുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ സുബഹി നിസ്കാരത്തിലായിട്ട് പോകുന്നു. കുനൂത്ത് ഓതുമ്പോൾ സ്വാഭാവിക കൈ പിടിക്കണം. എങ്ങനെ പിടിക്കുമെന്ന് ചൊന്നെങ്കിൽ നിങ്ങളെ നെഞ്ഞിര നേരം ഇങ്ങനെ പിടിക്കും. രണ്ട് ഓപ്ഷനുകൾ നമ്മൾ പിടിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ എപ്പോൾ പിടിക്കാൻ ചൊന്നെങ്കിൽ ഇങ്ങനെ പിടിച്ചെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കണം. നോക്കിയിട്ട് ഇങ്ങനെ ആമീൻ ആമീൻ കുനൂത്ത് ഓതാം. ഇനി കൈയ്ക്ക് നോക്കില്ല, ഇങ്ങനെ പിടിക്കുന്ന ആളുണ്ടായിട്ട് സുജൂദ് കയറ്റിക്കൊണ്ട് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് കുനൂത്ത് ഓതാം. ഇതായിട്ട് കൈ പിടിക്കണമായിരുന്നു. അങ്ങനെ ഇതിൽ പിടിച്ച കയ്യിൽ എന്താക്കണം? ചമ്മാണ്ട് ഡൗട്ട് ആയിട്ട് ചമ്മാ കുനൂത്തല ഓതിട്ടായിട്ട് റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീം ചൊല്ലി ഈ കയ്യിൽ മെല്ലെ ജാഗ്രതയിൽ ഇങ്ങനെ സുജൂദ് എടുത്തോണ്ട് പോയിട്ട് അവിടെ എന്താ നോക്കിയിട്ട് എന്താക്കണം ഗുന്തിക്കില്ല. ഷോർട്ട് വിഷയം ഇത്ര എന്ത് കുനൂത്ത് തീന്ത റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീം കൈ ഇങ്ങനെ മുട്ടങ്ങി അവിടെ ചമ്മാ ഇങ്ങനെ മുത്തകല്ല നിൽക്കണം. മുത്തണ്ട റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീം ചൊല്ലിട്ടു കൈ ഇങ്ങനെ വിട്ടുവിടണം. ദുആ എടുക്കുമ്പോൾ പിടിച്ചത് ദുആ കഴിഞ്ഞാൽ നമ്മൾ വിട്ടുവിടണം. പിന്നെ നമ്മൾ സുജൂദ് പോകണം. അവിടെ എന്തായിട്ടല്ലേ അങ്ങനെ. പിന്നെ സിംഗിളായിട്ട് നിസ്കരിക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഓതണം. ഇപ്പൊ സിംഗിൾ ജമാഅത്തായിട്ടല്ല നിസ്കരിക്കുന്നത്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അങ്ങനെ സിംഗിൾ നക്കതാണ്ടുള്ള അർത്ഥപ്പെട്ട പോലെ ഇഹ്ദിനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് ചൊല്ലുക ദുആ ബാക്കി നിങ്ങൾ ആമീൻ ചൊല്ലണം. ഫൈനക തഖദീ ചൊല്ലുമ്പോൾ ഒട്ടിಗೆ കൂടണം. സൗണ്ട് പറയത്തീറ മെല്ലമേ ചൊല്ലണം. അങ്ങനെ ചൊല്ലിട്ടായിട്ട് കേൾക്കണത്. മറന്നിട്ട് എനിക്ക് കുനൂത്ത് എന്തിനാക്കണം? സുജൂദ് പോയപ്പോൾ ഞാൻ കുനൂത്ത് ഒതുക്കില്ലല്ലേ. അപ്പൊ എന്തിനാക്കണം? റിട്ടേൺ പറഞ്ഞാൽ ഒരിക്കലും റിട്ടേൺ പറയണ്ട. അവിടെ പിന്നെ നമുക്ക് എന്തിനാക്കണം? സലാം വീട്ടെടുക്കുക. നിസ്കാരത്തിൽ ആ സലാം വീട്ടില് സലാം വീട്ടെടുക്കുന്നതും സഹുരജന്റെ സുജൂദിട്ട് കഴിച്ചു. ആ സുജൂദിൽ എന്തൊരു ചൊല്ലണം? സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഖു ചൊല്ലണം. അത് ഗൊന്തില്ല സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ചൊല്ലണം. ഇനി എന്തും ചൊല്ലിട്ടില്ലെങ്കുമാ
ചൊല്ലണ്ടല്ല ചൊല്ലത് മസാല പഠിപ്പാട്ടത്തേക്ക് ചൊല്ലണോ സുബ്ഹാനമല്ലാഹു ചൊന്നെങ്കിൽ ഞാനിപ്പോ മറന്നിട്ട് വന്ന് ഈ സുജൂദിട്ട് പക്ഷേ സുബ്ഹാനമല്ലാഹു ഉറങ്ങാത്ത ഒരിക്കലും മറവിയില്ലാത്ത പഠിച്ചപ്പോ അവൻ എന്തൊരു പരിശുദ്ധനല്ലേ അർത്ഥം സുബ്ഹാനമല്ലാഹു ചൊല്ലുക. ഇതായിട്ട് കുനൂത്തിന്റെ വിഷയം. കുനൂത്ത് സുന്നത്ത് വലിയ അപകാര സുന്നത്തിൽപ്പെട്ട വലിയ പവറുകൾ എനിക്കത്തോട് സുന്നത്തായിട്ട് ഈ ചൊന്ന വിഷയങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന പോലെ അത് വേഗം കേട്ട് പഠിക്കണം. കുനൂത്ത് ഗൊന്തില്ലാത്ത വേഗം കുനൂത്ത് ഓതണം, പഠിക്കണം. ഭയങ്കര അർത്ഥവത്തായ വിഷയം. അല്ലാഹു മഹ്ദിനാ ഫീമൻ ഹദൈ, പഠിച്ചോനെ നീ ഹിദായത്ത് കൊടുത്തങ്ങളെ കൂട്ടത്തിൽ നമ്മെ നീപ്പെടുത്ത്. വആഫിനാ ഫീമൻ ആഫൈ, നീ ആഫിയത്താക്കി എത്ര ആൾമാരുള്ള ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ആഫിയത്താക്ക്. വതവല്ലനാ ഫീമൻ തവല്ലൈത്, നീ എത്ര ആൾമാരെ വിഷയങ്ങളാണ് നീ ഏറ്റെടുത്തോണ്ടുള്ള ആ കൂട്ടത്തിൽ ഞങ്ങളെയും കാര്യം നീ ഏറ്റെടുക്ക് പഠിച്ചോനെ. നീ നമുക്ക് തന്നത് നീ ബറക്കത്താക്കി പഠിച്ചോനെ. പഠിച്ചോനെ എന്തെങ്കിലും ഒരു ശബ്ദ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കി പഠിച്ചോനെ. എല്ലാ വിഷയവും വിധിക്കുക നിന്നെ കൊണ്ട് സാധ്യമാവും. നിന്റെ മേൽ വിധിക്കുന്ന ഒരാളെ നമുക്ക് കാണുമ്പോൾ സാധ്യമാകില്ല പഠിച്ചോനെ. നിന്റെ മേൽ ആരും വിധിക്കുകയില്ല. ഭയങ്കര പവറുള്ള വിഷയത്തിൽ നീ ഒരാൾ കീഴ് വെച്ചെങ്കിൽ അവന് മേലാവുക സാധ്യമില്ല. നീ ഒരാൾ മേൽ വെച്ചെങ്കിൽ അവന് 6 ബെൽറ്റ് കീഴിലൂടെ നോക്കിയെങ്കിലും സാധ്യമില്ല. പഠിച്ചോ നീ കൈയും പറക്കത്തും അധികരിച്ച ഒരാളായിട്ടിരിക്കുക. നീ മേലായവർ പഠിച്ചവരായിട്ടിരിക്കുക. സർവവസ്തു നീക്കായിട്ടിരിക്കുന്നു. നീ വിധിച്ച് എന്തെല്ലാം വിഷയമുണ്ട് എല്ലാ വിഷയത്തിലും നിന്നിട്ട് പാപമോചന കേട്ടോണ്ടുള്ള നിന്നിട്ട് തൗബ ചെയ്ത് മടങ്ങിയോണ്ടുള്ള പിന്നെ മുത്തരങ്ങൾ സ്വലാത്തായിരിക്കും. അത് ലാസ്റ്റ് ചൊന്നിട്ട് എന്താക്കണം സുജൂദ് പോകും. ഇതായിരിക്കും കുനൂത്ത് വിഷയം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.